കണ്ട കയ്യിലിരിക്കുന്ന ഐറ്റം കണ്ട. ഇന്നത്തെ പരിപാടി ഇതാണ്. പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലക്ക പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലക്ക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റാണ്. എനിക്ക് കുറച്ച് ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. കായലിലെ ഞണ്ടാണ്, നല്ല ജീവനുള്ള ഞണ്ട്. നോക്കിയേ, ഇത് വെച്ചാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഞണ്ട് റോസ്റ്റ്. പിന്നെ എല്ലാവരും ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത്. ഇതിനെ എങ്ങനെ കൊല്ലുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ കത്രിക എടുത്തൊന്ന് കാലൊന്ന് കട്ട് ചെയ്യാൻ നോക്കട്ടെ. എന്തൊരു മഴയുടെ അടിപൊളി കാലാവസ്ഥ, സൂപ്പർ മഴ. നമുക്ക് ഈ രണ്ടിന്റെ തോടൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചിലപ്പോ രണ്ടിനകത്ത് പൊന്നുണ്ടാവുന്നതാണ്, പക്ഷെ ഇതിനകത്ത് പൊന്നില്ല. ഇത് നോക്കി നല്ല മാംസമുള്ള ഞണ്ടാണ്. ഞണ്ടിന്റെ കാലുകളെല്ലാം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. ഇത് സെപ്പറേറ്റ് വേവിക്കുന്നതിന്റെ കാരണം അതെന്താണെന്ന് അറിയട്ടെ, അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത്. ഞണ്ടിന്റെ കാല് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്യാനുള്ള ഞണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രണ്ടിലേക്ക് നമുക്ക് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അതിന് വേണ്ടിയിട്ടാണ് സവാള ഇടുന്നത്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. പിന്നെ ഒരു കഷ്ണം കുടംപൊടി കൂടെ ചേർക്കുവാണ്. ഞങ്ങളുടെ കാലം നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടില്ല. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കുക, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി, കുറച്ചുകൂടി കുരുമുളക്, ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി
ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടിനെ എടുത്ത് നമുക്ക് അതിലേക്കൊന്ന് ഇടാം. നല്ല അടിപൊളി മണവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ രസം ഞാൻ ഇതിലേക്ക് ചേർക്കുക. നല്ല രുചിയും മണവുമുള്ള നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയും മണവും നല്ല കേരള സ്റ്റൈൽ കിളിക്കാച്ചി ഞണ്ട് റോസ്റ്റ് ആണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, ഒരു കുട്ടൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്ലൂട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞണ്ടിന്റെ കാലെടുത്ത് തല്ലി പൊട്ടിച്ച് അത് ആ ഗ്രേവിയിലേക്ക് ചേർക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് തരാം. നല്ല മാംസമുള്ള ഞണ്ടാണ്. അത് നമുക്ക് കാലത്തെടുക്കും. പൊട്ടിക്കണത്തിന് ചടങ്ങാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം.